കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളെ ഗുരുവായൂർ 3 മാസമായിട്ട് നിർത്തിവെച്ചിരുന്ന കൃഷ്ണാട്ടം ഇന്ന് മുതൽ തുടങ്ങിയിട്ടോ. അതിപ്പോൾ സെപ്റ്റംബർ 1 ഞായറാഴ്ച മുതലാണ് വീണ്ടും ആരംഭിച്ചത്. അപ്പോൾ ശരിക്കും രാത്രി നട അടച്ചതിന് ശേഷമാണ് ക്ഷേത്രം വടക്കിനി മുറ്റത്താണ് ഉണ്ടാവുക കേട്ടോ, അതറിയാലോ. അപ്പോൾ ഇനി ശരിക്കും എന്താ വെച്ചാൽ ജൂൺ മാസത്തിൽ ഒഴിവുകാലാണ്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അവർ കൃഷ്ണാട്ടം കലാകാരന്മാർക്കൊക്കെ ഒഴിച്ചിലും കച്ച കെട്ടലും അഭ്യാസകാലവും നെയ്യഭ്യാസത്തിലൂടെയൊക്കെ പഠിച്ചുറപ്പിക്കാനുള്ള ഒരു സമയമാണ്. ആ 3 മാസമാണ് അവർക്ക് ഉള്ള സമയം. സെപ്റ്റംബർ 1 കൃഷ്ണാട്ടം വീണ്ടും ആരംഭിക്കും. അത് ശരിക്ക് ഞാൻ മുൻപ് ഒന്ന് ചെയ്തിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അഭീഷ്ട സിദ്ധിക്കൊക്കെ ഉള്ള വഴിപാടാണ് കൃഷ്ണാട്ടം. അവതാരം മുതൽ സ്വർഗാരോഹണം വരെ 8 കഥകളാണ് അവതരിപ്പിക്കുക. ഓരോ ദിവസവും കളി ഭക്തർക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാം. അതിൻ്റെ ഒരു റേറ്റും പറയാം. സ്വർഗാരോഹണം കഥയ്ക്ക് 3300 രൂപയാണ്. മറ്റ് കഥകൾക്ക് 3000 രൂപ. കളിയുള്ള ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ക്ഷേത്രം കൗണ്ടറിൽ പണമടച്ചിട്ട് കളി ഷീട്ടാക്കാം കേട്ടോ. കൃഷ്ണാട്ടം അവതരണ തീയതിയും കഥയും ഒക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അടുത്ത അവതാരം ഉള്ള ദിവസം സെപ്റ്റംബർ 24-ാം തീയതിയാണ്. 1-ാം തീയതി 11-ാം തീയതി 21-ാം തീയതി 28-ഉം പിന്നെ ഒക്ടോബർ 2-ാം തീയതി 27-ാം തീയതി അന്ന് ദിവസങ്ങളിൽ അവതാരമാണ്. പിന്നെ കാളിയമർദ്ദനം ഉള്ളത് സെപ്റ്റംബർ 2-ാം തീയതി പിന്നെ 13-ാം തീയതി പിന്നെ 26-ാം തീയതി ഒക്ടോബർ 3-ാം തീയതിയാണ് കാളിയമർദ്ദനം ഉള്ളത്. പിന്നെ രാസക്രീഡ ഉള്ളത് സെപ്റ്റംബർ 4-ാം തീയതി 18-ാം തീയതി ഒക്ടോബർ 4-ാം തീയതി 25-ാം തീയതി. പിന്നെ വരുന്നത് കംസവധമാണ്. കംസവധം 5-ാം തീയതി 19-ാം തീയതി 27-ാം തീയതി പിന്നെ ഒക്ടോബർ 5-ാം തീയതി. പിന്നെ സ്വയംവരം 6-ാം തീയതി 9-ാം തീയതി 25-ാം തീയതി 30-ാം തീയതി. പിന്നെ ഒക്ടോബറിൽ വരുന്നത് 6-ാം തീയതി 24-ാം തീയതി 30-ാം തീയതി. പിന്നെ ബാണയുദ്ധം വരുന്നത് 7-ാം തീയതി 12-ാം തീയതി 22-ാം തീയതിയും 29-ാം തീയതിയും. ഒക്ടോബറിൽ 7-ാം തീയതി 28-ാം തീയതി 31. പിന്നെ വിവിധവധം വരുന്നത് 8-ാം തീയതി 23-ാം തീയതി ഒക്ടോബറിൽ 9-ാം തീയതി. പിന്നെ സ്വർഗാരോഹണം 20-ാം തീയതിയാണ്, ഒക്ടോബറിൽ 26-ാം തീയതി. അത്രയൊക്കെയാണ് ഉള്ളത് കേട്ടോ. ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ബുക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് കളികളൊക്കെ ബുക്ക് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.